ഭവനരഹിതർക്കായുള്ള അഭയകേന്ദ്രത്തിൽ സേവനം ചെയ്തിരുന്ന കപ്പൂച്ചിൻ വൈദികന് നേരെ ആക്രമണം. അയർലൻഡിൽ സേവനം ചെയ്യുന്ന ബ്രസീലിയൻ സന്യാസി അഡോമിർ മാർക്കുസാണ് ആക്രമണത്തിന് ഇരയായത്. ഭവനരഹിതരായ ആളുകളെ പരിപാലിക്കുന്ന കപ്പൂച്ചിൻ ഡേ സെന്ററിൽ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്നതിനിടെ വൈദികനെ കത്തിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. അക്രമിയെ തടഞ്ഞുവെച്ച സെക്യൂരിറ്റി ഗാർഡ്സ് പിന്നീട് അദ്ദേഹത്തെ പോലീസിന് കൈമാറി. വൈദികന് നിസ്സാരമായ പരിക്കുകളെ ഉള്ളുവെന്നും വൈകാതെ തന്നെ ശുശ്രൂഷയിലേക്ക് മടങ്ങിയെത്തുമെന്നും കപ്പൂച്ചിൻ നേതൃത്വം അറിയിച്ചു. 2005 വൈദികനായി അഭിഷിക്തനായ അഡമിർ 2023 അയർലൻഡിലെ ഡബ്ലിൻ മിഷനിൽ സേവനത്തിനായി എത്തിയത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ കഥാപാത്രങ്ങളെ ചിത്രകഥയിലൂടെ ഇളം തലമുറയ്ക്കായി പരിചയപ്പെടുത്തിയ ആർട്ടിസ്റ്റ് ദേവസിക്ക് നാടിന്റെ അംഗീകാരം. മുക്കന്നൂരിലെ റോയൽ ക്ലബ്ബിൽ നടന്ന ചടങ്ങിലാണ് ദേവസിയെ ആദരിച്ചത്. കോക്കുന്ന ഇടവക വികാരി ഫാദർ ഷാജൻ പുത്തൻപുരയിലാണ് ചടങ്ങിൽ ദേവസിക്ക് അവാർഡ് സമ്മാനിച്ചത്. മുക്കന്നൂർ ഫൊറോന വികാരി ഫാദർ ജോസ് പൊള്ളയിൽ പ്രസംഗിച്ചു. G7 ഉച്ചകോടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള സെക്ഷനിൽ ഫ്രാൻസിസ് പാപ്പ പങ്കെടുക്കുമെന്ന് വത്തിക്കാൻ. ജൂൺ 13 മുതൽ 15 വരെ ഇറ്റലിയിലെ പുഗ്ലിയ മേഖലയിലാണ് G7 ഉച്ചകോടി നടക്കുന്നത്. ചരിത്രത്തിലാദ്യമായാണ് ഒരു മാർപ്പാപ്പ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതെന്നും ഇറ്റലിയുടെ ക്ഷണം സ്വീകരിച്ചതിന് നന്ദി അറിയിക്കുന്നതായും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞു. കത്തോലിക്ക സഭയുടെ മതബോധന രംഗത്ത് തനതായ സംഭാവനകൾ നൽകുന്നവർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള 2023 KCBCയുടെ ഫാദർ മാത്യു നടക്കൽ അവാർഡ് 3 പേർക്ക് ലഭിച്ചു. 4 പതിറ്റാണ്ടിലേറെയായി മതബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ PC അനിയൻ കുഞ്ഞ് ചങ്ങനാശ്ശേരി, KP ജോൺ വിജയപുരം, 5 പതിറ്റാണ്ടിലേറെയായി മതബോധന രംഗത്തുള്ള എലിസബത്ത് വർഗീസ് ബത്തേരി എന്നിവർക്കാണ് പുരസ്കാരം. മെയ് 18 കോട്ടയത്ത് നടക്കുന്ന മതാധ്യാപക സംഗമത്തിൽ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തേച്ചേരിയിൽ അവാർഡുകൾ സമ്മാനിക്കുമെന്ന് KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് G പാലക്കാപ്പള്ളി അറിയിച്ചു. ഗർഭാവസ്ഥയിലോ ജനനശേഷം ഉടനെയോ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് പിന്തുണയുമായി കത്തോലിക്ക രൂപത അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റിൽ നിർമ്മിച്ച കുഞ്ഞുങ്ങൾക്കായുള്ള സെമിത്തേരിയുടെ വെഞ്ചരിപ്പ് കർമ്മം ബിഷപ്പ് എറിക് പോൾമിയർ നിർവഹിച്ചു. ഏതൊരു ദമ്പതികൾക്കും അവരുടെ മതവിശ്വാസം പരിഗണിക്കാതെ യാതൊരു ഫീസും കൂടാതെ മരണമടഞ്ഞ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ മൃതകുടീരത്തിൽ അടക്കം ചെയ്യാവുന്നതാണെന്ന് രൂപതാവൃത്തങ്ങൾ അറിയിച്ചു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.